ധനുമാസത്തിലെ തിരുവാതിര വരുന്നത് ജനുവരി 3, 2026 ശനിയാഴ്ചയാണ്. തിരുവാതിര എന്ന് പറയുന്നത് കാലാകാലനായ ശ്രീ പരമശിവനാണ് ഇതിൻ്റെ ആരാധനമൂർത്തി. ഉപാസനമൂർത്തിയായത് ശ്രീ പാർവതിയുമാണ്. ശക്തിയുടെ സഹായമില്ലാതെ ശിവനെ പ്രാപിക്കാനാവില്ല എന്നാണ് സാരം. തിരുവാതിര വ്രതത്തിന് പിന്നിലുള്ള ഒരു കഥ നമുക്ക് നോക്കാം. പാർവതി ദേവിയുടെ ദാസിയായ സുന്ദരി എന്ന യുവതി വേദികൻ എന്ന യുവാവിനെ വിവാഹം ചെയ്തു. പക്ഷേ കുടിയിരിപ്പിനു മുമ്പ് വേദികൻ മരിച്ചു. സുന്ദരിയുടെ ഹൃദയഭേദകമായ വിലാപം പാർവതി ദേവിയുടെ കാതുകളിൽ പതിച്ചു. സ്ത്രീക്ക് സ്ത്രീയുടെ ദുഃഖമറിയുള്ളൂ. ദേവി ശിവന്റെ അടുത്തെത്തി സുന്ദരിയുടെ ദുഃഖാവസ്ഥ അറിയിച്ചു. ശിവനുണ്ടോ ഇതിൽ ശ്രദ്ധ? സുന്ദരിയുടെ ദുഃഖം ഉൾക്കൊണ്ട പാർവതി ദേവി പ്രതിജ്ഞ ചെയ്തു. സുന്ദരി ഈറൻ വസ്ത്രം പിഴിയാതെ ഉടുക്കുന്നത് പോലെ ഞാനും ഉടുക്കും. സുന്ദരി ഭർത്താവിനെ സ്പർശിക്കാതിരിക്കുന്നത് പോലെ ഞാനും ഇരിക്കും. ശിവന്റെ മനസ്സലിഞ്ഞു. ശിവൻ കാലപുരിയിലേക്ക് നോക്കി. ഭയന്ന് വിറച്ച കാലൻ എരിക്കിലയിൽ വേദികന് ജീവൻ തിരിച്ചു നൽകി. പാർവതി ദേവി ബോധരഹിതയായി കിടക്കുന്ന സുന്ദരിയെ വിളിച്ചുണർത്തി തിരിച്ചു കിട്ടിയ വേദികന് ജീവൻ നൽകി. ഈ ദിവസമാണത്രേ തിരുവാതിര. പരമശിവന്റെ ജന്മനക്ഷത്ര ദിവസമാണ് തിരുവാതിരയെന്നും അന്നേ ദിവസം പാർവതി ഭർത്താവിന്റെ ദീർഘായുസ്സിനായി വ്രതമനുഷ്ഠിക്കുകയാണെന്നുള്ള മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. തിരുവാതിര വ്രതത്തിന്റെ മുഖ്യമായ ചടങ്ങ് സ്നാനമാണ്. തിരുവാതിര നാളിൽ പുലർച്ചെ 3 മണിക്ക് മുമ്പ് അഷ്ടമംഗല്യത്തോടു കൂടി വീട്ടമ്മമാർ കുളിക്കാൻ പോകുന്നതേ തിരുവാതിരപ്പാട്ട് പാടിക്കൊണ്ടാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ് എന്ന് തുടങ്ങുന്ന പാട്ടാണ് സാധാരണ പാടുന്നത്. കുളത്തിൽ നീന്തിത്തുടിക്കലും വെള്ളത്തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ടുമുള്ള മലരുവറക്കൽ എന്ന പതിവ് വിനോദവുമുണ്ട്. ശ്രീ ഭഗവതി തിരുദേവി നിനക്കാരാ പൂ തന്നത്, ഇരുനാഴൂരി വരിനെൽവിത്ത് തുടങ്ങിയ പാട്ടുകളാണ് ഇതിൽ പാടാറുള്ളത്. പലരും രേവതി നാളിൽ പുലർച്ചെ 4 മണിക്ക് കുളിച്ച് പാട്ടുകൾ പാടി വെള്ളം തെറിപ്പിച്ച് കുളിച്ച് അലക്കിയ വസ്ത്രമെടുത്ത് കണ്ണെഴുതി കുറിതൊട്ട് ദശപുഷ്പം ചൂടി വ്രതം ആരംഭിക്കും. ഇന്നത്തെ കാലത്ത് കുളത്തിൽ നീന്തി തുടിക്കാനും മറ്റുമുള്ള അസൗകര്യമുള്ളതെന്ന് സത്യം തന്നെയാണ്. മകയിരം നാളിൽ സന്ധ്യാസ്നാനം നടത്തിയ ശേഷം മുറ്റത്ത് അടുപ്പ് കൂട്ടി എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് ചേമ്പ്, ചേന, കാവത്ത്, കായ്, കൂർക്ക, വെള്ളപ്പയർ, നനക്കിഴങ്ങ്, എള്ള് എന്നിവയൊക്കെ വരും. ഇവ വേവിച്ച് ശർക്കര പാവ് കാച്ചി നാളികേരം ചിരവിയിട്ട് പുഴുങ്ങുന്ന പലഹാരമാണ് എട്ടങ്ങാടി. തിരുവാതിര നാൾ പുലർച്ചെ പാട്ടുപാടി കുളിച്ച് ഈറ മുണ്ടെടുത്ത് കണ്ണെഴുതി ദശപുഷ്പം ചൂടി തിരുവാതിരക്കളി നടത്തി കുരവിയിട്ടുകൊണ്ട് വീട്ടിൽ വന്ന് മംഗല്യ സ്ത്രീകൾ പാർവതി പരമേശ്വരന്മാരെ പൂജിക്കും. എരിക്ക്, കൊന്ന, ചടച്ചി, ദശപുഷ്പങ്ങൾ ഇവ അടുക്കായി വെച്ച് ഭഗവാന് ചാർത്തും. അന്ന് ഇളനീര്, പാളയംകോടൻ പഴം, കൂവ ശർക്കര ചേർത്ത് കുറുക്കിയത് എന്നിവയാണ് പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് നിലവിളക്ക് കൊളുത്തി നാക്കിലയിൽ ഭക്ഷണം. അന്ന് അരിഭക്ഷണമില്ല. ചാമ, ഗോതമ്പ്, വരിനെല്ലരി ഇവ കഴിക്കാം. കൂടെ മുതിര, ചേന, ചേമ്പ്, കാവത്ത്, കായ എന്നിവ കൊണ്ടുള്ള പുഴുക്കുമാകാം. പരമശിവന്റെ പിറന്നാളാണ്, ആകയാൽ പപ്പടവും വറുത്തുപ്പേരിയും ആകാം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പാട്ടുകൾ പാടിക്കൊണ്ടുള്ള ഊഞ്ഞാലാട്ടമാണ്. സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. സന്ധ്യ കഴിഞ്ഞ് തിരുവാതിര കളി തുടങ്ങും. പാതിരാവ് വരെ പാട്ടുണ്ടാവും. ശ്രീ പാർവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി അഷ്ടമംഗല്യത്തോടു കൂടി നടുവിൽ വെച്ച് അതിനു ചുറ്റും പാതിരാത്രിയോളം കൈകൊട്ടിക്കളിക്കും. ചിലർ ഗോതമ്പ് പായസം ഭക്ഷണമായി രാത്രിയിൽ കഴിക്കും. പാതിരായ്ക്കാണ് പാതിരാപ്പൂ ചൂടൽ. അടയ്ക്കാമണിയോ കൊടുവേലിപ്പൂവോ ഇതിനുപയോഗിക്കാം. പാതിരാപ്പൂ നേരത്തെ പടിക്കൽ കൊണ്ടുവച്ചിരിക്കും. അവിടുന്ന് അഷ്ടമംഗല്യവും വിളക്കുമായി വഞ്ചിപ്പാട്ടുമായി എഴുന്നള്ളിച്ചു വരും. അമ്മിക്കുഴവിയും നിലവിളക്കും ശിവപാർവതിയുടെ സങ്കല്പത്തിൽ വെച്ച് പ്രദക്ഷിണം വെച്ച് ഓരോരുത്തരായി പൂജിച്ച ശേഷം മഞ്ഞൾ, എരിക്കിൻ കുരുവില് ചാലിച്ച് കുറിതൊടും. പാതിരാപ്പൂ ചൂടും മുമ്പ് വിളക്കിൽ സങ്കല്പമായി ഗണപതിക്ക് വെക്കും. 3 പൂവ് വീതം 4 ദിക്കിലേക്കും അതുപോലെ നമ്മുടെ നേരെയും വെക്കണം. അമ്മിക്കുഴവിയിൽ കൊടുവേലിപ്പൂ ചാർത്തിയ ശേഷം 2 കൈകളുമായി പൂവ് പിടിച്ചുകൊണ്ട് അമ്മിക്കുഴവിയെ പ്രദക്ഷിണം വെച്ച് ചന്ദ്രനെ നോക്കി നമസ്കരിക്കും. തുടർന്ന് ഓരോരുത്തരും വെറ്റില മുറുക്കും. തിരുവാതിര മാഹാത്മ്യം പാടിക്കൊണ്ട് 3 മണി വരെ തിരുവാതിര കളി ഉണ്ടാകും. ശേഷം കുളത്തിൽ പോയി സ്നാനം ചെയ്ത ശേഷം
പുതുവസ്ത്രമോ അലക്കിയ വസ്ത്രമോ ധരിച്ച് ക്ഷേത്ര ദർശനം ചെയ്ത് വ്രതം പൂർത്തിയാക്കാം. ഒരു പെൺകുട്ടിയുടെ വിവാഹശേഷം ആദ്യം വരുന്ന ധനുമാസത്തിലെ തിരുവാതിരയാണ് പുത്തിരുവാതിര. അതിൽ പങ്കെടുക്കാൻ ഏവരെയും ക്ഷണിക്കും. മകയിരം രാത്രി മുതൽ വ്രതമുള്ളവർക്ക് അരിഭക്ഷണമില്ല. എല്ലാവരും ചേർന്ന് പെൺകുട്ടിയുടെ ദീർഘമാംഗല്യത്തിനായി അകമഴിഞ്ഞു പ്രാർത്ഥിക്കും. കിഴക്കേ മുറ്റത്ത് അരിമാവണിഞ്ഞ അമ്മിക്കുഴുവി വെച്ച് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ചു പ്രാർത്ഥിക്കും. തിരുവാതിരയുടെ മറ്റൊരു ഭാഗം ഉറക്കമൊഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കലാണ്. മരിച്ച വേദികന്റെ ശരീരത്തിനരികെ ഉറക്കമൊഴിഞ്ഞിരുന്ന സുന്ദരിയുടെ കഥ ഇതിന് പിന്നിലുണ്ട്.